Hi my dear students. So കഴിഞ്ഞ വീഡിയോയുടെ കണ്ടിന്യൂ ആയിട്ട് തന്നെ നമ്മൾ ഇവിടെ വീണ്ടും ഒരു again we are also solving a midpoint problem. Okay, so please write this question. A straight line AB has its end A 9 millimeter in front of VP and nearer to it, so nearer to the vertical plane. So it is 9 millimeter in front of VP and nearer to the vertical plane and horizontal plane. Okay, nearer to it. So the midpoint is 54 millimeter in front of VP and 45 millimeter above HP. Midpoint which is 54 millimeter in front of VP and 45 millimeter above HP. The front and top view measures 80 millimeter and 107 millimeter. So front and top length it is 80 and 107. Okay, so draw the projections and find its true length and true inclination with HP and VP. Draw the projections and find its true length and true inclination with HP and VP. നിങ്ങൾ ഒരു കേസ് കൂടെ എഴുതിക്കോ, also locate its traces. Also locate its traces. Okay, so ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്തു തുടങ്ങാം? അപ്പോൾ നമുക്കിവിടെ പോയിന്റ് എയോ പോയിന്റ് ബിയോ ഒന്നും തന്നിട്ടില്ല. നമുക്ക് ആകെ തന്നിരിക്കുന്നത് എന്താണ്? പോയിന്റ് എയുടെ ഒരു പൊസിഷൻ തന്നിട്ടുണ്ട് അല്ലേ? പോയിന്റ് എ എങ്ങനെ നിൽക്കുന്നു? ഇറ്റ് ഈസ് 9 millimeter in front of VP. പക്ഷേ എബോവ് HP എത്ര മില്ലിമീറ്റർ എബോവ് HP എന്നോ നിയർ ടു ഇറ്റ് എന്ന് മാത്രമേ തന്നിട്ടുള്ളൂ. ദാറ്റ് മീൻസ് എബോവ് ആകാം, ബിലോ ആകാം, എവിടെ വേണേലും ആകാം. പക്ഷേ ഈ പറഞ്ഞ ഹൊറിസോണ്ടൽ പ്ലെയിനും വെർട്ടിക്കൽ പ്ലെയിനും അടുത്തായിട്ട് ഇരിക്കുന്നു എന്ന് മാത്രമേ നമുക്ക് ആകെ അറിയത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയും നമുക്ക് അറിയത്തുള്ളൂ. പിന്നെ നമുക്ക് അറിയാവുന്ന ഒരു കേസ് എന്താണ്? നമുക്ക് മൊത്തം മിഡ് പോയിൻറ്റിൻ്റെ പൊസിഷൻ കറക്റ്റ്, അല്ലെങ്കിൽ മിഡ് പോയിൻ്റ് പൊസിഷൻ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് തന്നിട്ടുള്ളൂ. ദാറ്റ് ഈസ് 54 millimeter ഇൻ ഫ്രണ്ട് ഓഫ് VP ആൻഡ് 45 millimeter എബോവ് HP എന്ന് കറക്റ്റായിട്ട് പറയുന്നുണ്ട്. എത്ര മില്ലിമീറ്റർ എബോവ് HP, എത്ര മില്ലിമീറ്റർ ഇൻ ഫ്രണ്ട് ഓഫ് VP എന്ന് കറക്റ്റായിട്ട് നമുക്ക് ക്വസ്റ്റിനകത്ത് മിഡ് പോയിൻറ്റിൻ്റെ കേസ് കറക്റ്റായിട്ട് ഡിഫൈൻഡ് ആണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് മാർക്ക് ചെയ്യാം? മിഡ് പോയിൻറ്റ് നമുക്ക് മാർക്ക് ചെയ്യാം. മിഡ് പോയിൻറ്റ് എത്ര മില്ലിമീറ്റർ എങ്ങനെയാണ് നിൽക്കുന്നതെന്നാണ് പറഞ്ഞേക്കുന്നത്? which is midpoint is എവിടെയാണ് നിൽക്കുക? midpoint is 54 millimeter in front of VP and 45 millimeter above HP അല്ലേ? സോ നമുക്ക് ആ മിഡ് പോയിന്റ് മാർക്ക് ചെയ്യാം. ദാറ്റ് ഈസ് M' നമുക്ക് മാർക്ക് ചെയ്യാം. എങ്ങനെയുണ്ട് M' എങ്ങനെ നിൽക്കുന്നു? സോ XY ലൈൻ മാർക്ക് ചെയ്തു. M' എവിടെയുണ്ട്? ഇറ്റ് ഈസ് 45 millimeter above HP അല്ലേ? സോ ദാറ്റ് മീൻസ് M' which is 45 millimeter above HP ആയിട്ട് നമ്മുടെ M' ഉണ്ട്. സോ M' മാർക്ക് ചെയ്തു. അതുപോലെ തന്നെ M എവിടെ ഉണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത്? ഇറ്റ് ഈസ് 54 അല്ലേ നോക്കിയേ, 54 അല്ലേ നോക്കി. സോ ഇറ്റ് ഈസ് 54 ആണെന്ന് എനിക്ക് തോന്നുന്നു. സോ ക്വസ്റ്റ്യൻ നോക്കുക, ഇറ്റ് ഈസ് 45 millimeter above HP and 54 millimeter in front of VP അല്ലേ? സോ ഇറ്റ് ഈസ് 54 millimeter in front of VP. സോ ക്വസ്റ്റ്യൻ കറക്റ്റായിട്ട് മാർക്ക് ചെയ്യാം. ഇറ്റ് ഈസ് 54 millimeter. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴും പറ്റുന്നൊരു പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങൾ ആദ്യം ചില പോയിൻറ്റ്സ് മാർക്ക് ചെയ്യുന്നതിൽ ചിലപ്പോൾ മിസ്റ്റേക്ക് വരാം. സോ അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് പ്രോബ്ലം തെറ്റിപ്പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ അത് കറക്റ്റായിട്ട് മാർക്ക് ചെയ്തോണം. ക്വസ്റ്റ്യൻ നല്ലപോലെ ശ്രദ്ധിച്ച് വായിക്കുക. ഇവിടെ ഞാൻ ആദ്യം തന്നിരിക്കുന്ന എന്താണ്? ഇത്രയും മില്ലിമീറ്റർ 54 millimeter ഇൻ ഫ്രണ്ട് ഓഫ് VP ആൻഡ് 45 millimeter എബോവ് HP എന്ന ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. അപ്പോൾ ചിലർ പെട്ടെന്ന് ഓർക്കും, സാധാരണ കേസിൽ എപ്പോഴും എബോവ് HP ആണല്ലോ ആദ്യം മാർക്ക് ചെയ്യുന്നത് ഓർത്തുകൊണ്ട് പെട്ടെന്ന് 54 മുകളിലേക്ക് മാർക്ക് ചെയ്യും, 45 താഴേക്ക് മാർക്ക് ചെയ്യും. മൊത്തം പ്രോബ്ലം തെറ്റിപ്പോയില്ലേ? സോ അപ്പോൾ ഒത്തിരി മാർക്ക് അവിടെ പോകും. അതുകൊണ്ട് നിങ്ങൾ മാർക്ക് ചെയ്യുമ്പോൾ ഓരോ സംഗതിയും കറക്റ്റ് ശ്രദ്ധിച്ച് വായിച്ച് മനസ്സിലാക്കി ചെയ്യുക. ഓക്കെ, സോ ഇറ്റ് ഈസ് 45 millimeter എബോവ് HP ആൻഡ് 54 millimeter ഇൻ ഫ്രണ്ട് ഓഫ് VP. ഓക്കെ, ഇനി അടുത്ത കേസ് എന്താ തന്നിരിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കി. ക്വസ്റ്റിനകത്ത് ഇനി തന്നിരിക്കുന്നത് എന്താണ്? പോയിന്റ് എയുടെ ഒരു പൊസിഷൻ നമുക്കറിയാം. ഇറ്റ് ഈസ് 9 millimeter ഇൻ ഫ്രണ്ട് ഓഫ് VP അല്ലേ? സോ 9 millimeter ഇൻ ഫ്രണ്ട് ഓഫ് VP എന്ന് പറയുമ്പോൾ എവിടെ കാണും? ഈ പറഞ്ഞ പോയിന്റ് ബി എവിടെ കാണും? XY ലൈന് പാരലായിട്ടൊരു ലൈൻ വരച്ചാൽ അല്ലേ? ഇത് നമ്മുടെ XY ലൈൻ. സോ ഈ XY ലൈന് പാരലായിട്ട് നമ്മളൊരു ലൈൻ വരച്ചാൽ അതിൽ നിന്ന് 9 millimeter താഴെയായിട്ട് 9 millimeter ഇൻ ഫ്രണ്ട് ഓഫ് VP മീൻസ് എന്താകാം? ഈ പറഞ്ഞ ഫസ്റ്റ് ക്വാർട്ടർ ആകാം അല്ലെങ്കിൽ ഫോർത്ത് ക്വാർട്ടർ ആകാം. സോ ദാറ്റ് മീൻസ് 9 millimeter ഇൻ ഫ്രണ്ട് ഓഫ് VP മീൻസ് എവിടെ കാണും?
9 മില്ലിമീറ്റർ ബിലോ എക്സ് വൈ ലൈനായിട്ട് എന്ത് കാണും? 9 മില്ലിമീറ്റർ ബിലോ എക്സ് വൈ ലൈനായിട്ട് എന്ത് കാണും? നമ്മുടെ ബിയുടെ എന്താണ്? സോറി, ബി ആണോ? എ അല്ലേ? പോയിൻ്റ് എയുടെ എന്താണുള്ളത്? ഫ്രണ്ട് വ്യൂ ആണോ ടോപ്പ് വ്യൂ ആണോ? ഫ്രണ്ട് വ്യൂ ആണോ ടോപ്പ് വ്യൂ ആണോ? 9 മില്ലിമീറ്റർ ഇൻ ഫ്രണ്ട് ഓഫ് വി പി. സോ ദാറ്റ് മീൻസ് ദാറ്റ് ഈസ് റെപ്രസെൻറ്റിംഗ് ദി ടോപ്പ് വ്യൂ അല്ലേ? കൺഫ്യൂഷൻ ഒന്നുമില്ല, നിങ്ങൾക്ക് ഡൗട്ട് ഒന്നുമില്ലല്ലോ. സോ ദാറ്റ് ഈസ് റെപ്രസെൻറ്റിംഗ് ദി ടോപ്പ് വ്യൂ അല്ലേ? അപ്പോൾ 9 മില്ലിമീറ്റർ താഴെയായിട്ട് എന്തുണ്ട്? ദാറ്റ് ഈസ് ലോക്കസ് ഓഫ് എ അല്ലേ? സോ എയുടെ ടോപ്പ് വ്യൂ. സോ നമ്മൾ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്ത്? ദാറ്റ് ഈസ് ലോക്കസ് ഓഫ് എ. സോ ദാറ്റ് മീൻസ് എന്താണ്? 9 മില്ലിമീറ്റർ എക്സ് വൈ ലൈനിൽ നിന്ന് 9 മില്ലിമീറ്റർ താഴെയായിട്ട് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന ഈ ലൈനയിൽ അല്ലേ? സോ ഈ ലൈനയിൽ എവിടെയോ ഉണ്ട് എന്ത്? നമ്മുടെ ഈ പറഞ്ഞ എയുടെ ടോപ്പ് വ്യൂ അല്ലേ? സോ അതാണ് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇറ്റ് ഈസ് ലോക്കസ് ഓഫ് എ. ഓക്കെ, ഇനി അടുത്ത കേസിൽ നമുക്ക് എന്താ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കിയേ. ഇനി ക്വസ്റ്റിനകത്ത് എന്താ തന്നിരിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കിയേ. എന്തൊക്കെ തന്നിട്ടുണ്ട്? അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ആദ്യത്തെ 2 പോയിൻറ്റ്സ് എല്ലാം മാർക്ക് ചെയ്തു. ദാറ്റ് ഈസ് എന്താണ് ഇത് 9 മില്ലിമീറ്റർ ഇൻ ഫ്രണ്ട് ഓഫ് വി പി ആയിട്ട് പോയിൻ്റ് എ ഉണ്ടെന്നുള്ളത് മാർക്ക് ചെയ്തു. 45 മിഡ് പോയിൻറ്റ് 45 മില്ലിമീറ്റർ എബോവ് ആണ്, 54 മില്ലിമീറ്റർ ഇൻ ഫ്രണ്ട് ഓഫ് ആണെന്നുള്ള കേസ് നമ്മൾ മാർക്ക് ചെയ്തു. ഇനി ആ ക്വസ്റ്റിനകത്ത് തന്നിരിക്കുന്നത് ഇതിൻ്റെ ഫ്രണ്ട് വ്യൂവിൻ്റെ ലെങ്തും ടോപ്പ് വ്യൂവിൻ്റെ ലെങ്തും കറക്റ്റായിട്ട് മാർക്ക് ചെയ്തേക്കുവാണ്. സോ ഫ്രണ്ട് വ്യൂ നമ്മളെങ്ങനെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ടിരുന്നത്? സാധാരണ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇറ്റ് ഈസ് എ ഡാഷ് ബി ഡാഷ്. സോ എ ഡാഷ് ബി ഡാഷിൻ്റെ ലെങ്ത് തന്നേക്കുവാണ്. ദാറ്റ് ഈസ് 80 മില്ലിമീറ്റർ അല്ലേ? ദാറ്റ് ഈസ് 80 മില്ലിമീറ്റർ. അതുപോലെ തന്നെ ടോപ്പ് വ്യൂ അത് സാധാരണ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ദാറ്റ് ഈസ് എ ബി. സോ എ ബിയുടെ ലെങ്ത് നമുക്ക് കറക്റ്റായിട്ട് തന്നേക്കുവാണ്. എത്ര മില്ലിമീറ്റർ ആയിരുന്നു? ഇറ്റ് ഈസ് 107 മില്ലിമീറ്റർ അല്ലേ? സോ ഇറ്റ് ഈസ് 107 മില്ലിമീറ്റർ. അപ്പോൾ നമുക്ക് ഫ്രണ്ട് വ്യൂവിൻ്റെ ലെങ്ത് അതുപോലെ തന്നെ ടോപ്പ് വ്യൂവിൻ്റെ ലെങ്ത് കറക്റ്റായിട്ട് തന്നിരിക്കുവാണ് അല്ലേ? അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നതാണ് നമ്മുടെ ആക്ച്വൽ ഫ്രണ്ട് വ്യൂവും ദാറ്റ് ഈസ് എ ഡാഷ് ബി ഡാഷും ആക്ച്വൽ ടോപ്പ് വ്യൂ ദാറ്റ് ഈസ് എ ബി തന്നിരിക്കുന്നത് അല്ലേ? ഇതിന് മുമ്പ് നമ്മൾ ചെയ്ത വീഡിയോയ്ക്കകത്ത് ഏതായിരുന്നു തന്നിരുന്നത്? ഈ പറഞ്ഞ മിഡ് പോയിൻ്റ് പ്രോബ്ലത്തിനകത്ത് നമുക്ക് എന്തായിരുന്നു തന്നിരുന്നത്? അതിനകത്ത് ട്രൂ ലെങ്ത് ആയിരുന്നു തന്നിരുന്നത് അല്ലേ? ട്രൂ ലെങ്ത് ഇത്ര മില്ലിമീറ്റർ എന്ന് പറഞ്ഞേക്കുമായിരുന്നു. സോ ദാറ്റ് ഈസ് ട്രൂ ലെങ്ത് ആയിരുന്നു തന്നിരുന്നത് അല്ലേ? ഇവിടെ എന്താ തന്നിരിക്കുന്നത്? ഫ്രണ്ട് വ്യൂവിൻ്റെ ലെങ്തും ടോപ്പ് വ്യൂവിൻ്റെ ലെങ്തുമാണ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാവുന്ന സാധനം നമ്മൾ ആദ്യം അറിയാവുന്ന സംഗതി അറിയാവുന്ന പോലെയൊക്കെ മാർക്ക് ചെയ്യുന്നു അല്ലേ? സോ നമുക്ക് ഇവിടെ ഏതായിരിക്കും മാർക്ക് ചെയ്യുന്നത്? ആദ്യം നിങ്ങൾ ഫ്രണ്ട് വ്യൂ ആദ്യം മാർക്ക് ചെയ്യുമോ ടോപ്പ് വ്യൂ ആദ്യം മാർക്ക് ചെയ്യുമോ? നിങ്ങൾ പറ, ഏതായിരിക്കും മാർക്ക് ചെയ്യുക? ഫ്രണ്ട് വ്യൂ ആദ്യം മാർക്ക് ചെയ്യുമോ ടോപ്പ് വ്യൂ ആദ്യം മാർക്ക് ചെയ്യുമോ? ആലോചിച്ചിട്ട് പറഞ്ഞേ, ഫ്രണ്ട് വ്യൂ ആദ്യം മാർക്ക് ചെയ്യുമോ ടോപ്പ് വ്യൂ ആദ്യം മാർക്ക് ചെയ്യുമോ? നോക്കി, ഇവിടെ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് എം ഡാഷ് അറിയാം, ഇവിടെ എമ്മും അറിയാം, എയുടെ പൊസിഷൻ നമുക്കറിയാം. എ എന്ന് പറയുന്ന ഈ ലൈനിൽ എവിടെയോ ഉണ്ട് എന്ന് നമുക്കറിയാം അല്ലേ? അപ്പോൾ നമ്മൾ ആദ്യം ഏതായിരിക്കും മാർക്ക് ചെയ്യുക? ആദ്യം നമ്മൾ ടോപ്പ് വ്യൂ മാർക്ക് ചെയ്യും അല്ലേ? ടോപ്പ് വ്യൂവിൻ്റെ ലെങ്ത് നമുക്ക് തന്നിട്ടുണ്ട് 107 അല്ലേ? അപ്പം എപ്പോഴും ആലോചിച്ച് നോക്കുക, ഇങ്ങനെ ഒരു മിഡ് പോയിൻ്റിൽ കൂടെ പാസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ മിഡ് പോയിൻ്റ് ഫ്രണ്ടിൽ നോക്കിയാലും ടോപ്പിൽ നോക്കിയാലും എവിടെ തന്നെ ആയിരിക്കും? മിഡായിട്ട് തന്നെ ഇരിക്കുകയുള്ളൂ, അല്ലാതെ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോകത്തില്ല അല്ലേ? മിഡ് പോയിൻ്റ് തന്നെയായിരിക്കും അല്ലേ? സോ നിങ്ങൾ നേരത്തെ വരച്ച പ്രോബ്ലത്തിനകത്ത് നോക്കി, ദാറ്റ് ഈസ് എ ഡാഷ് ബി ഡാഷിൻ്റെ മിഡ് പോയിൻ്റ് എം ഡാഷ് ദാറ്റ് ഈസ് മിഡ് പോയിൻ്റ് ആയിട്ട് തന്നെ ഇരിക്കും. അതുപോലെ തന്നെ എ ബിയുടെ മിഡ് പോയിൻ്റ് ദാറ്റ് ഈസ് എം ദാറ്റ് ഈസ് മിഡ് പോയിൻ്റ് ആയിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ ഇവിടെ ആലോചിച്ച് നോക്കുക, ഇവിടെ എം ദാറ്റ് ഈസ് ദി മിഡ് പോയിൻ്റ്. അപ്പം ഈ പറഞ്ഞ പ്രൊജക്ഷനിലും എന്ത് തന്നെയായിരിക്കും? ഇത് മിഡ് പോയിൻ്റ് തന്നെയായിരിക്കും, അതിനകത്തൊരു മാറ്റവും കാണത്തില്ല അല്ലേ? അപ്പം അതായത് നമ്മൾ ടോപ്പ് വ്യൂ നമ്മൾ കാണുമ്പോൾ എത്രയായിരിക്കും ലെങ്ത്? 107 മില്ലിമീറ്റർ ആയിരിക്കും ഇതിൻ്റെ ടോപ്പ് വ്യൂവിൻ്റെ ലെങ്ത്. അതായത് എ ബിയുടെ പകുതിയായിട്ട് എന്ത് കാണും? എം എന്ന് പറയുന്ന പോയിന്റ്, അതായത് മിഡ് പോയിന്റ് അതിൻ്റെ പകുതിക്ക് തന്നെ കാണും അല്ലേ? സോ അപ്പോൾ നമുക്ക് എന്ത് മാർക്ക് ചെയ്യാം? എങ്ങനെ മാർക്ക് ചെയ്യാം? 107ൻ്റെ പകുതി എത്രയാണ്? 107ൻ്റെ പകുതി നോക്കിയേ, ഇറ്റ് ഈസ് എത്രയാ? 52.5 അല്ലേ? സോറി 107. സോ ഇറ്റ് ഈസ് 53.5 അല്ലേ? സോ ശരിയല്ലേ? 53.5. സോ ദാറ്റ് ഈസ് ദി എന്താണ് മിഡിൽ ഡിസ്റ്റൻസ് അല്ലേ? ഈ പറഞ്ഞ എന്താണ് 107ൻ്റെ ഹാഫ് ദാറ്റ് ഈസ് എത്രയാണ്? ഇതിൻ്റെ ഹാഫ് എന്ന് പറയുന്നത് എത്രയാണ്? 53.5 അല്ലേ? സോ ഇറ്റ് ഈസ് 53.5. സോ 53.5 എടുക്കുക. സോ നിങ്ങൾ സ്കെയിൽ എടുക്കുക, സ്കെയിലിനകത്ത് കോമ്പസ് എടുക്കുക, സ്കെയിൽ എടുക്കുക, അതിനകത്ത് എന്ത് ചെയ്യണം? 53.5 നിങ്ങളുടെ കോമ്പസ് ഡിസ്റ്റൻസ് എടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യണം? എം എ കുത്തുക. ഓക്കെ, സോ ഇതിനകത്ത് എം എ കുത്തുക. അപ്പോൾ ഇനി എങ്ങോട്ടാണ് വരയ്ക്കുക? സോ എം എയുടെ പൊസിഷൻ നമുക്കറിയാം. സോ എ എന്ന് പറയുന്നത് എത്ര മില്ലിമീറ്റർ ആണ്? 9 മില്ലിമീറ്റർ ഇൻ ഫ്രണ്ട് ഓഫ് വി പി എന്ന് നമുക്കറിയാം. സോ നമ്മൾ എന്ത് ചെയ്യണം? സോ എം എ കുത്തുക, എന്ത് ചെയ്യണം? എം എ കുത്തി എത്രയാണ്? 53.5 ഡിസ്റ്റൻസ് എടുത്ത്, അതായത് 107ൻ്റെ ഹാഫ് എടുക്കുക. സോ ഇങ്ങോട്ടൊരു ആർക്ക് വരയ്ക്കുക അല്ലേ? സോ ഇങ്ങോട്ടൊരു ആർക്ക് വരയ്ക്കുക. ഇനി എന്ത് ചെയ്യണം? ഈ പറഞ്ഞ ഇപ്പോൾ ഈ കിട്ടിയിരിക്കുന്ന പോയിൻ്റ് ഏതാ? സോ വാട്ട് ഈസ് ദിസ് പോയിൻറ്റ്? ഈ കിട്ടിയിരിക്കുന്ന പോയിൻ്റ് ഏതാ? ഇവിടെ തന്നിരിക്കുന്നത് എന്താണ് നമുക്ക് തന്നിരിക്കുന്നത്? ഓക്കെ, ഞാനിത് വരയ്ക്കാം, വരച്ചതിന് ശേഷം നിങ്ങൾ പറഞ്ഞാൽ മതി. സോ ഈ എമ്മും
ഈ കിട്ടിയിരിക്കുന്ന പോയിൻറ്റുമായിട്ട് ഞാൻ ജോയിൻ ചെയ്ത് ഒരു ലൈൻ അങ്ങ് വരച്ചു. ഇനി പറഞ്ഞേ, വാട്ട് ഈസ് ദിസ് പോയിൻറ്റ്? ഇതെന്താ മാർക്ക് ചെയ്തിരിക്കുന്നത്? ഇറ്റ് ഈസ് ലോക്കസ് ഓഫ് എ അല്ലേ? സോ വാട്ട് ഈസ് ദിസ് 53.5 എന്ന് പറയുന്നത് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത് എന്താണ്? 53.5 എന്ന് പറഞ്ഞുകൊണ്ട് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത് എന്താണ്? എന്താ? ദാറ്റ് ഈസ് ദി എന്താണ് ഹാഫ് ലെങ്ത് ഓഫ് എന്തിൻ്റെ ടോപ്പ് വ്യൂവിൻ്റെ ഹാഫ് ലെങ്ത് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഈ പോയിൻ്റ് എന്തായിരിക്കും? വാട്ട് ഈസ് ദിസ് പോയിൻറ്റ്? ഇത് ഇവിടെ ടോപ്പ് വ്യൂവിൻ്റെ ലെങ്ത് തന്നിരിക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും? എയുടെ ടോപ്പ് വ്യൂ നമ്മളെങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ദറ്റ് ഈസ് സ്മോൾ ലെറ്റർ എ അല്ലേ? സോ ഇറ്റ് ഈസ് എ. അപ്പോൾ ഇത് എ ആണ്, ഇത് എം ആണെങ്കിൽ എവിടെ കാണും? ബി. ബി എവിടെ കാണും? നിങ്ങൾ പറ, ബി എവിടെ കാണും? എന്ത് ചെയ്യണം? ഈ സെയിം തന്നെ ഇങ്ങോട്ട് എടുക്കുക. ദറ്റ് ഈസ് 53.5 ഇങ്ങോട്ട് എടുക്കുക അല്ലേ? സോ 53.5 ഇങ്ങോട്ട് എടുക്കുക. സോ ഈ കിട്ടുന്ന പോയിൻ്റ് ഏതായിരിക്കും? സോ ദറ്റ് ഈസ് ഓക്കെ. സോ ഈ സെയിം ഡിസ്റ്റൻസ് തന്നെ നമ്മൾ ഇങ്ങോട്ട് എടുക്കുക. ദറ്റ് ഈസ് എമ്മിൽ നിന്ന് എയിലേക്കുള്ള സെയിം ഡിസ്റ്റൻസ് തന്നെ ഇങ്ങോട്ട് മാർക്ക് ചെയ്യുക. ഓക്കെ. സോ ഇതിനകത്ത് ചെറിയ പ്രോബ്ലം വന്നു. സോ അതായത് എമ്മിൽ നിന്നും എയിലേക്ക് എടുക്കുന്ന സെയിം ഡിസ്റ്റൻസ് തന്നെ ഇങ്ങോട്ട് മാർക്ക് ചെയ്യുക അല്ലേ? ഓക്കെ. അപ്പം നമുക്ക് എന്ത് കിട്ടും? സോ ദാറ്റ് ഈസ് അതായിരിക്കും ഈ പോയിൻറ്റ്. സോ ദാറ്റ് ഈസ് അവർ പോയിൻറ്റ് ബി അല്ലേ? സോ ഇപ്പോൾ സെയിം ഡിസ്റ്റൻസ് തന്നെ ഇങ്ങോട്ട് എടുക്കുക. സോ ദാറ്റ് ഈസ് 53.5 ഇങ്ങോട്ട് എടുത്തു. സോ നമുക്ക് എയും കിട്ടി, എം കിട്ടി, ബി കിട്ടി അല്ലേ? ഓക്കെ. ഇനി എന്ത് മാർക്ക് ചെയ്യാം? ഇവിടെ നമുക്ക് എം ഡാഷ് അറിയാം, ഈ എ ഡാഷ് എവിടെ കാണും? ഇത് ഇവിടെ മാർക്ക് ചെയ്ത് ഓർത്തോണം. ഇത് നമുക്ക് ആദ്യമേ തന്നെ എന്താ കിട്ടിയേക്കുന്നത്? ആദ്യം നിങ്ങൾ മനസ്സിൽ എന്താണ് ഓരോ കേസ് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നിങ്ങൾ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് പോകണം. സോ നമുക്ക് ആദ്യമേ കിട്ടിയത് എന്താണ്? ഇറ്റ് ഈസ് ദി ടോപ്പ് വ്യൂ. എ ബിയുടെ ടോപ്പ് വ്യൂ നമുക്ക് കിട്ടി അല്ലേ? ഇതിൻ്റെ ഫ്രണ്ട് എവിടെയാണെന്നാണ് നമുക്ക് നോക്കേണ്ടത് അല്ലേ? സോ ഫ്രണ്ട് എവിടെയാണെന്ന് നോക്കാൻ വേണ്ടി എന്ത് കാണും? എ ഡാഷ് എവിടെ കാണും? എക്സ് വൈ ലൈന് പെർപെൻഡിക്കുലറായിട്ട് എയിൽ നിന്ന് നമ്മളൊരു ലൈൻ വരച്ചാൽ ഇതിനകത്ത് നമ്മുടെ എ ഡാഷ് കാണും. ഇതുപോലെ തന്നെ എക്സ് വൈ ലൈന് പെർപെൻഡിക്കുലറായിട്ട് ബിയിൽ നിന്ന് നമ്മൾ ഒരു ലൈൻ വരച്ചാൽ ഇതിനകത്ത് നമ്മുടെ ബി ഡാഷ് കാണും അല്ലേ? അപ്പോൾ എ ഡാഷ് എവിടെയുണ്ട്? ഈ ലൈനിൽ എവിടെയുണ്ട് നമ്മുടെ എ ഡാഷ്? ഈ ലൈനിൽ എവിടെയുണ്ട് നമ്മുടെ ബി ഡാഷ് അല്ലേ? അപ്പോൾ ഇനി ഏത് മാർക്ക് ചെയ്യാം? എങ്ങനെ മാർക്ക് ചെയ്യാം? സോ ഇനി നമുക്ക് ആകെ തന്നിരിക്കുന്ന ഒരേ ഒരു സംഗതി എന്ന് പറയുന്നത് എന്താണ്? എന്താ തന്നിരിക്കുന്നത്? ഇതിൻ്റെ ഫ്രണ്ട് വ്യൂവിൻ്റെ ലെങ്ത് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ഫ്രണ്ട് വ്യൂവിൻ്റെ ലെങ്ത്, അതായത് എ ഡാഷ് ബി ഡാഷിൻ്റെ ലെങ്ത് ദാറ്റ് ഈസ് 80 മില്ലിമീറ്റർ അല്ലേ? സോ ദാറ്റ് മീൻസ് ഈ എം ഡാഷിൽ നിന്നും ഈ 80യുടെ ഹാഫ് ദാറ്റ് ഈസ് 40 മില്ലിമീറ്റർ എടുത്ത് ഇങ്ങോട്ടോ ഒരു ആർക്ക് വരച്ചാൽ അവിടെ നമ്മുടെ എ ഡാഷും ബി ഡാഷും കിട്ടും അല്ലേ? ഇനി ആദ്യം നമ്മൾ എങ്ങോട്ട് മാർക്ക് ചെയ്യണം? ഈ പറഞ്ഞ 80യുടെ ഹാഫ്. സോ ദാറ്റ് ഈസ് 40. അപ്പോൾ ഞാൻ കോമ്പസ് എടുത്തു, നിങ്ങൾ സ്കെയിൽ എടുത്തു, 40 മില്ലിമീറ്റർ എടുക്കുക. സോ എം ഡാഷ് എടുത്ത് നമ്മൾ എന്ത് ചെയ്തു? ഈ പറഞ്ഞ പോലെ നമുക്ക് ഇങ്ങോട്ടും വരയ്ക്കാം, അല്ലെങ്കിൽ നേരെ തിരിച്ച് ഇങ്ങനെ ആക്കാം. എങ്ങോട്ടാക്കാം? ക്വസ്റ്റ്യൻ അതായത് പറഞ്ഞ് മനസ്സിലായോ? അതായത് ഈ 40 മില്ലിമീറ്റർ ഞാൻ ഇവിടെ എടുത്താൽ നോക്കിയേ, ഈ 40 മില്ലിമീറ്റർ ഞാൻ ഇങ്ങോട്ട് എടുത്താൽ എനിക്ക് ഇങ്ങോട്ടൊരാർക്കും വരയ്ക്കാം, അല്ല നേരെ തിരിച്ച് ഇങ്ങോട്ട് വരച്ചാൽ ഇതുപോലെ തന്നെ ഇങ്ങോട്ടൊരാർക്കാകാം. സോ ഞാൻ എങ്ങോട്ടൊക്കെ വരയ്ക്കണം? അല്ല ചോദിക്കേ, ഇങ്ങോട്ടും ആകാം, അതുപോലെ തന്നെ ഇങ്ങോട്ടും ആകാം അല്ലേ? സോ അതുപോലെ തന്നെ ഇവിടെയാകാം. സോ ഞാൻ എങ്ങനെ മാർക്ക് ചെയ്യണം? നിങ്ങൾ ആലോചിച്ച് നോക്കി. എന്തെങ്കിലും ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ടോ? ക്വസ്റ്റിനകത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, ദി പോയിൻ്റ് എ വിച്ച് ഈസ് 9 മില്ലിമീറ്റർ ഇൻ ഫ്രണ്ട് ഓഫ് വി പി ആൻഡ് നിയറർ ടു ഇറ്റ് മീൻസ് വി പിയോട് അടുത്ത് നിൽക്കുന്നു. അല്ലെങ്കിൽ അപ്പം വി പിയോട് അടുത്ത് നിൽക്കുന്നു. സോ വി പിയോട് അടുത്ത് നിൽക്കുക മീൻസ് എന്താണ്? എക്സ് വൈ ലൈനോട് അടുത്ത് നിൽക്കുന്നു അല്ലേ? എക്സ് വൈ ലൈനോട് അടുത്ത് നിൽക്കുന്നു. സോ എക്സ് വൈ ലൈനോട് അടുത്ത് നിൽക്കണമെന്നുണ്ടെങ്കിൽ എ എവിടെ ആയിരിക്കണം? നോക്കിയേ, അതായത് നിയറർ ടു ഇറ്റ് എന്ന് കറക്റ്റായിട്ട് വരുന്നുണ്ട്. അപ്പോൾ എ എവിടെ കാണും? എ ഇവിടെ ഉണ്ടെങ്കിൽ എ ഡാഷ് എവിടെ കാണും? എക്സ് വൈ ലൈന് പെർപെൻഡിക്കുലറായിട്ട് ലൈൻ വരച്ചാൽ എ ഡാഷ് ഇവിടെ എവിടെയോ ഉണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഈ പറഞ്ഞ ഇവിടെ ഫ്രണ്ടിൻ്റെ ലെങ്ത് നമുക്കറിയാം 80. സോ 80യുടെ ഹാഫ് ദാറ്റ് ഈസ് 40 ഞാൻ എടുത്തു. 40 ഞാൻ എടുത്തിട്ട് എന്ത് ചെയ്യാം? ഈ പറഞ്ഞ എം ഡാഷെ കുത്തി. സോ എം ഡാഷെ കുത്തിയിട്ട് എനിക്ക് എങ്ങനെ വരയ്ക്കാം? സോ എം ഡാഷെ കുത്തി എനിക്ക് വേണമെങ്കിൽ ഇങ്ങോട്ടും വരയ്ക്കാം, അല്ലെങ്കിൽ ഇങ്ങോട്ടും വരയ്ക്കാം. സോ ഈ ലൈൻ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാം. സോ ഇങ്ങോട്ടും വരയ്ക്കാം, അല്ലെങ്കിൽ ഇങ്ങോട്ടും വരയ്ക്കാം അല്ലേ? കോമ്പസെ കുത്തി. അപ്പോൾ അത് നിങ്ങൾ ഒരു സൈഡിലേക്ക് തന്നെ വരയ്ക്കാൻ വേണ്ടിയാണ് ക്വസ്റ്റിനകത്ത് കറക്റ്റായിട്ട് പറയുന്നത്. ഇറ്റ് ഈസ് നിയറർ ടു ഇറ്റ് അല്ലേ? ദാറ്റ് മീൻസ് ഇത് വി പിയോട് അല്ലെങ്കിൽ എച്ച് പിയോട് അടുത്ത് നിൽക്കുക മീൻസ് ഇവൻ എക്സ് വൈ ലൈനോട് അടുത്ത് നിൽക്കണം അല്ലേ? ഇവൻ എക്സ് വൈ ലൈനോട് അടുത്ത് നിൽക്കണം അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് മാർക്ക് ചെയ്യാം? എ ഡാഷ് എവിടെ തന്നെ മാർക്ക് ചെയ്യാം? സോ ഈ സെയിം പോയിന്റ് തന്നെയായിരിക്കും നമ്മുടെ എ ഡാഷ് അല്ലേ? സോ ഈ താഴേക്ക്, അതായത് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? 40 മില്ലിമീറ്റർ എടുക്കുക നിങ്ങളുടെ കോമ്പസിൽ, എം ഡാഷെ കുത്തുന്നു,
ഇങ്ങോട്ട് ജസ്റ്റ് ഒരു ആർക്ക് വരയ്ക്കുന്നു. സോ എക്സ് വൈലോട് തൊട്ട് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ ആർക്ക് വരയ്ക്കുന്നു. സോ ഇവിടെ എ ഡാഷ് കിട്ടി. ഇനി എന്ത് ചെയ്യണം? എ ഡാഷും എം ഡാഷും തമ്മിൽ ജോയിൻ ചെയ്ത് നമ്മൾ ലൈൻ വരയ്ക്കുന്നു അല്ലേ. സോ എ ഡാഷും എം ഡാഷും ജോയിൻ ചെയ്ത് നമ്മൾ ലൈൻ വരയ്ക്കുന്നു. സോ ഇത് ഇവിടെ വന്ന് എവിടെ മീറ്റ് ചെയ്യുന്നു അവിടെ എന്ത് കാണും? നമ്മുടെ ബി ഡാഷ് കാണും അല്ലേ. സോ ബി ഡാഷ് കാണും. സോ വാട്ട് ഈസ് ദിസ് ലെങ്ത്? ഇത് എത്ര ഡിസ്റ്റൻസ് എടുത്താണ് നമ്മൾ വരച്ചേക്കുന്നത്? ഇറ്റ് ഈസ് ടോട്ടൽ 80 അല്ലേ. സോ 80യുടെ ഹാഫ് ദറ്റ് ഈസ് 40 അല്ലേ. സോ ഇത് ഞാൻ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുക. സോ ഇറ്റ് ഈസ് 40. സോ നിങ്ങൾ വരയ്ക്കുമ്പോൾ കറക്റ്റ് ഡിസ്റ്റൻസ് ഒക്കെ എടുത്ത് വരയ്ക്കുമ്പോൾ കറക്റ്റായിട്ട് തന്നെ കിട്ടിക്കോളും. ഓക്കെ, ഇറ്റ് ഈസ് 40 ദറ്റ് ഈസ് 80 mm. സോ ഈ ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണ്? ഇറ്റ് ഈസ് 107 mm. ഓക്കെ, ഇനി നിങ്ങൾ പറ. അപ്പോൾ ആദ്യം നമുക്ക് എന്താ കിട്ടിയത്? ഇവിടെ നമുക്ക് എന്താ കിട്ടിയേക്കുന്നത്? എ ഡാഷ് ബി ഡാഷ് ദറ്റ് ഈസ് അവർ ഫ്രണ്ട് വ്യൂ, എ ബി ദറ്റ് ഈസ് അവർ ടോപ്പ് വ്യൂ. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഇതിൽ തന്നെ ഫസ്റ്റ് ഡ്രോയിങ്ങിൽ തന്നെ നമ്മൾ വേറെ ഒന്നും നോക്കാതെ തന്നെ നമുക്ക് എന്ത് കിട്ടി? ഇത് ഫ്രണ്ട് വ്യൂയും കിട്ടി, ടോപ്പ് വ്യൂയും കിട്ടി, എ ഡാഷ് ബി ഡാഷും കിട്ടി, എ ബിയും കിട്ടി. ഓക്കെ, സോ ഇനി ഇതിനകത്ത് എന്താ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്? യു വാണ്ട് ടു ഫൈൻഡ് ഔട്ട് ഇസ് ട്രൂ ലെങ്ത് ആൻഡ് ട്രൂ ഇൻക്ലിനേഷൻസ് അല്ലേ. ട്രൂ ലെങ്ത് ഫൈൻഡ് ഔട്ട് ചെയ്യണം, ട്രൂ ഇൻക്ലിനേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓൾസോ മാർക്ക് ട്രേസസ് മാർക്ക് ചെയ്യണം അല്ലേ. അപ്പോൾ ഇനി നിങ്ങൾ പറ, ഏത് മെത്തേഡായിരിക്കും നമുക്ക് ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്? പറ, ഏത് മെത്തേഡായിരിക്കും നിങ്ങൾക്ക് ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്? ഇതിന് തൊട്ട് മുമ്പിലത്തെ പ്രോബ്ലത്തിനകത്ത് മിഡ് പോയിൻറ്റ് പ്രോബ്ലം, അതായത് തൊട്ട് മുമ്പിലത്തെ വീഡിയോയ്ക്കകത്ത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത് എന്താണ്? ദാറ്റ് ഈസ് ലൈൻ റൊട്ടേഷൻ മെത്തേഡ് യൂസ് ചെയ്ത് നമ്മളൊരു മിഡ് പോയിൻറ്റ് പ്രോബ്ലം സോൾവ് ചെയ്യുക ചെയ്തത് അല്ലേ. എന്തുകൊണ്ട് അതിനകത്ത് അങ്ങനെ ചെയ്യാൻ കാരണം? അതിനകത്ത് ട്രൂ ലെങ്ത് ആയിരുന്നു തന്നിരുന്നത് അല്ലേ. ഇറ്റ് ഈസ് ട്രൂ ലെങ്ത് 80 mm എന്ന് പറഞ്ഞുകൊണ്ടാണ് ക്വസ്റ്റ്യൻ തന്നിരുന്നത്. ഇത് എൻ്റെ ട്രൂ ലെങ്തും ട്രൂ ഇൻക്ലിനേഷനും ആയിരുന്നു തന്നത്. ദാറ്റ് ഈസ് ഇത് 45 ഡിഗ്രി ഇംഗ്ലണ്ട് എച്ച് പി ആയിട്ട് നിൽക്കുന്നു, 30 ഡിഗ്രി ഇംഗ്ലണ്ട് വി പി ആയിട്ട് നിൽക്കുന്നു, അതിൻ്റെ ട്രൂ ലെങ്ത് 80 mm ആണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ക്വസ്റ്റ്യൻ തന്നിരുന്നത്. അപ്പോൾ ഓർക്കുക, നമ്മൾ ഏത് പ്രോബ്ലം ആണെങ്കിലും, അത് മിഡ് പോയിൻറ്റ് പ്രോബ്ലം ആയിക്കോട്ടെ, ഏത് പ്രോബ്ലം ആണെങ്കിലും ട്രൂ ലെങ്തും ട്രൂ ഇൻക്ലിനേഷൻസും ഒക്കെയാണ് തന്നിരിക്കുന്നതെങ്കിൽ ലൈൻ റൊട്ടേഷൻ മെത്തേഡ് യൂസ് ചെയ്ത് പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് ആയിരിക്കും. അങ്ങനെ തന്നെയായിരിക്കണം ചെയ്യേണ്ടത്. പക്ഷേ നമുക്ക് ആദ്യം തന്നെ ഈ കേസിനകത്ത് നമ്മൾ നേരത്തെ കേസിലൊക്കെ ഡിസ്കസ് ചെയ്തതാണ്, നമുക്ക് ആദ്യം തന്നെ വരച്ച് കഴിയുമ്പോൾ തന്നെ ആദ്യം നമുക്ക് കിട്ടുന്ന ഫ്രണ്ട് വ്യൂ ദറ്റ് ഈസ് എ ഡാഷും ബി ഡാഷും എ ബി ആണ് കിട്ടുന്നത്. ഓക്കെ, അതിനകത്ത് നമുക്ക് ട്രൂ ലെങ്തും ട്രൂ ഇൻക്ലിനേഷനും ഒക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യുകയും വേണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് ഫോളോ ചെയ്യുന്ന മെത്തേഡ് ഏതായിരിക്കും? പ്ലെയിൻ റൊട്ടേഷൻ മെത്തേഡ് അല്ലേ. സോ പ്ലെയിൻ റൊട്ടേഷൻ മെത്തേഡ് തന്നെ അപ്ലൈ ചെയ്യുക. സോ പ്ലെയിൻ റൊട്ടേഷൻ മെത്തേഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ ഓൾറെഡി നമുക്ക് എ ഡാഷ് ബി ഡാഷ് കിട്ടിയിട്ടുണ്ട്, എ ബി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എ ഡാഷും ബി ഡാഷും കിട്ടി, എ ബിയും കിട്ടിയെങ്കിൽ പിന്നെ ഇനി ഈ മിഡ് പോയിന്റിന് ഒരു വാല്യൂ ഇല്ല. ഈ മിഡ് പോയിന്റ് നിങ്ങൾ കൺസിഡർ ചെയ്താലും കൺസിഡർ ചെയ്തില്ലെങ്കിലും എല്ലാം ഒരുപോലെയാണ് അല്ലേ. സോ അപ്പോൾ നമുക്ക് എ ഡാഷ് ബി ഡാഷും കിട്ടി, എ ബിയും കിട്ടി. അത് കിട്ടാൻ വേണ്ടി മാത്രമാണ് എം ഡാഷ് എം യൂസ് ചെയ്തത്. ഇനി ഈ എം ഡാഷ് എമ്മിന് ഒരു വിലയില്ല അല്ലേ. അപ്പോൾ നമുക്ക് ഇനി എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാം? ഹൗ ടു ഫൈൻഡ് ഔട്ട് ഇസ് ട്രൂ ലെങ്ത്? നിങ്ങൾ പറ, ഹൗ ടു ഫൈൻഡ് ഔട്ട് ഇസ് ട്രൂ ലെങ്ത്? ട്രൂ ലെങ്ത് എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാം? എങ്ങനെയാണ് ഫൈൻഡ് ഔട്ട് ചെയ്ത്? നമ്മൾ നേരത്തെ ചെയ്ത രീതിയിൽ തന്നെ ചെയ്യുക. ദാറ്റ് മീൻസ് എക്സ് വൈ ലൈനിൽ നിന്നും എയിലേക്കുള്ള ഡിസ്റ്റൻസ് എടുത്തു അല്ലേ. സോ എക്സ് വൈ ലൈനിൽ നിന്ന് എയിലേക്കുള്ള ഡിസ്റ്റൻസ് എടുത്തു, എ ഡാഷിൽ നിന്ന്. അപ്പോൾ നിങ്ങൾ കോമ്പസ് എടുക്കുക, ഓക്കെ, കോമ്പസ് എടുക്കുക, എക്സ് വൈ ലൈനിൽ നിന്ന് എയിലേക്കുള്ള ഡിസ്റ്റൻസ് എടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? ഈ പറഞ്ഞ എ ഡാഷിൽ നിന്ന് ജസ്റ്റ് ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുക. സോ ആ ലൈനെ ഇത് മാർക്ക് ചെയ്യുക, ദാറ്റ് ഈസ് നമ്മളൊരു ആർക്ക് വരച്ചു അല്ലേ. സോ ഈ സെയിം ഡിസ്റ്റൻസ് എടുത്ത് ഇങ്ങോട്ട് മാർക്ക് ചെയ്യുക. സോ വാട്ട് ഈസ് ദിസ് പോയിന്റ്? നമുക്കിനി A1 എന്ന് കൊടുക്കാം അല്ലേ. ഇനി ഇതുപോലെ തന്നെ നേരെ തിരിച്ച് എക്സ് വൈ ലൈനിൽ നിന്നും ബിയിലേക്കുള്ള ഡിസ്റ്റൻസ് എടുക്കുക. ഇവിടെ ഇച്ചിരി ആർക്ക് കൂടി പോയി എൻ്റെ അങ്ങ് മുകളിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ വരയ്ക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടും. പക്ഷേ എനിക്കത് നല്ലൊരു ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാൻ വേണ്ടിയാണ് ഇങ്ങനെ ഇച്ചിരി ഒരു വിശാലമായി പോയി. ഓക്കെ, പക്ഷേ നിങ്ങൾ കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുക. സോ ഇങ്ങനെ വരയ്ക്കുമ്പോൾ അത് ബോർഡിൻ്റെ മുകളിലേ കിട്ടത്തുള്ളൂ. സോ ഞാനിവിടെ ഈ പോയിന്റ് എടുക്കുവാണ്. സോ ദാറ്റ് ഈസ് B1 എന്ന് ഞാനിവിടെ മാർക്ക് ചെയ്യുകയാണ്. സോ B1ൻ്റെ ഡിസ്റ്റൻസ് എത്രയാണ്? എക്സ് വൈ ലൈനിൽ നിന്നും ബിയിലേക്കുള്ള സെയിം ഡിസ്റ്റൻസ് എടുക്കുക. ഓക്കെ, എക്സ് വൈ ലൈനിൽ നിന്നും ബിയിലേക്കുള്ള സെയിം ഡിസ്റ്റൻസ് എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? ബി ഡാഷിൽ നിന്ന് എന്ത് ചെയ്യുക? വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ലൈന് ജസ്റ്റ് എവിടെ വന്ന് മീറ്റ് ചെയ്യുന്നു സെയിം ഡിസ്റ്റൻസ് തന്നെ അങ്ങോട്ട് എടുത്ത് മാർക്ക് ചെയ്യുക. ഓക്കെ, സോ ഇത് തമ്മിൽ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ലൈൻ ദറ്റ് ഈസ് A1 B1. സോ ഈ A1 B1 റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്താണ്? ദറ്റ് ഈസ് റെപ്രസെൻറ്റിങ് ദി ആക്ച്വൽ ട്രൂ ലെങ്ത് അല്ലേ. ദറ്റ് ഈസ് ദി ട്രൂ ലെങ്ത്. സോ A1 B1 റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്തിനാണ്? ദാറ്റ് ഈസ് ദി ട്രൂ ലെങ്ത്. സോ A1 B1 റെപ്രസെൻറ്റ് ചെയ്യുന്നത് ട്രൂ ലെങ്തിനെ അല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ ആ പ്രൊസീജിയർ അങ്ങ് കംപ്ലീറ്റ് ചെയ്തേക്കാം. അപ്പോൾ ഇനി എന്താ ചെയ്യാം? ഈ പറഞ്ഞ ലൈനെ അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നു, ട്രൂ ലെങ്തിനെ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ ഫ്രണ്ട് വ്യൂവിൻ്റെ ലെങ്ത് ദാറ്റ് ഈസ് എ ഡാഷ് ബി ഡാഷിനെ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. സോ ഇത് തമ്മിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ഏതാണ്? നിങ്ങൾ പറ. സോ വാട്ട് ഈസ് ദിസ് പോയിന്റ്? നിങ്ങൾ പറ, വാട്ട് ഈസ് ദിസ് പോയിന്റ്? എ ഡാഷ് ബി ഡാഷും ട്രൂ ലെങ്തും കൂടെ മീറ്റ് ചെയ്യുന്ന ഈ പോയിന്റ് നമുക്ക് എന്ത് വിളിക്കാം? ദാറ്റ് ഈസ് ദി വെർട്ടിക്കൽ ട്രേസ് അല്ലേ. ദാറ്റ് ഈസ് ദി വെർട്ടിക്കൽ ട്രേസ്.
Then what is this angle? So vertical plane ആയിട്ട് മേക്ക് ചെയ്തിരിക്കുന്ന ആംഗിൾ നമ്മൾ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്തിരുന്നത്? That is phi അല്ലേ? Phi means that is inclination with VP, vertical plane ആയിട്ട് മേക്ക് ചെയ്തിരിക്കുന്ന ആംഗിൾ, that is phi അല്ലേ? ഇതുപോലെ തന്നെ നേരെ തിരിച്ച് ചെയ്യുക. എന്ത് ചെയ്യണം? XY ലൈനിൽ നിന്നും എ ഡാഷിലേക്കുള്ള ഡിസ്റ്റൻസ് എടുത്തു അല്ലേ? സോ നോക്കുക, XY ലൈനിൽ നിന്ന് എ ഡാഷിലേക്കുള്ള ഡിസ്റ്റൻസ് എടുത്തു. എന്ത് ചെയ്യണം? ഈ പെർപെൻഡിക്കുലറായിട്ട് വരച്ചിരിക്കുന്ന ലൈനിൽ നിന്ന് ജസ്റ്റ് ഒരു ആർക്ക് വരയ്ക്കുക അല്ലേ? സോ ഒരു ആർക്ക് വരയ്ക്കുക. സോ ദാറ്റ് ഈസ് എന്താണ്? A2 അല്ലേ? A2 അല്ലേ? ഇതുപോലെ തന്നെ XY ലൈനിൽ നിന്നും ബി ഡാഷിലേക്കുള്ള ഡിസ്റ്റൻസ് എടുക്കുക അല്ലേ? സോ XY ലൈനിൽ നിന്നും ബി ഡാഷിലേക്കുള്ള ഡിസ്റ്റൻസ്, സോ ഈ സെയിം ഡിസ്റ്റൻസ് തന്നെ എടുക്കുക. സോ XY ലൈനിൽ നിന്നും ബി ഡാഷിലേക്കുള്ള ഡിസ്റ്റൻസ് എടുക്കുക. എന്ത് ചെയ്യണം? ബിയിൽ നിന്നും ജസ്റ്റ് പെർപെൻഡിക്കുലറായിട്ട് ലൈൻ വരയ്ക്കുക. സോ ബിയിൽ നിന്നും പെർപെൻഡിക്കുലറായിട്ട് ലൈൻ വരയ്ക്കുക. സോ ഈ സെയിം ഡിസ്റ്റൻസ് തന്നെ എടുത്ത് ഇങ്ങോട്ട് മാർക്ക് ചെയ്തോണം. ഞാൻ മാർക്ക് ചെയ്യുമ്പോൾ എത്തത്തില്ല, സോ ഞാനിവിടെ മാർക്ക് ചെയ്യുവാണ്. സോ എത്തുന്ന പോയിന്റ് മാർക്ക് ചെയ്യുകയാണ്, ദാറ്റ് ഈസ് B2. സോ നിങ്ങൾ കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുക. സോ A2 ഉം B2 കൂടെ ജോയിൻ ചെയ്യുന്ന ലൈൻ ഏതാണ്? ദാറ്റ് ഈസ് റെപ്രസെൻറ്റിങ് ദി ട്രൂ ലെങ്ത് അല്ലേ? അപ്പോൾ നമുക്ക് വേണേൽ മാർക്ക് ചെയ്യാം. നിങ്ങൾ എഴുതി വെക്കുക, ദാറ്റ് ഈസ് ട്രൂ ലെങ്ത് എത്രയാണെന്ന് എഴുതുക. ദാറ്റ് ഈസ് ട്രൂ ലെങ്ത് എന്ന് പറയുന്നത് എന്താണ്? A1 B1ൻ്റെ ലെങ്ത്, ദാറ്റ് ഈസ് A2 B2ൻ്റെ ലെങ്ത് അല്ലേ? സോ എത്രയാണെന്ന് നിങ്ങൾ മെഷർ ചെയ്യുക, എഴുതുക. ഓക്കെ, ഇനി അടുത്ത കേസ്. അപ്പോൾ ഇവിടെ നമ്മൾ മാർക്ക് ചെയ്തു, ഇവിടെ A2 B2 കിട്ടി. ഇനി എന്ത് ചെയ്യണം? ഇവിടെ നമുക്ക് എന്ത് മാർക്ക് ചെയ്യാം? ഹൊറിസോണ്ടൽ ട്രേസ് കിട്ടും. എങ്ങനെ ഹൊറിസോണ്ടൽ ട്രേസ് മാർക്ക് ചെയ്യാൻ പറ്റും? ആലോചിച്ച് നോക്കിയേ. നിങ്ങൾ നേരത്തെ ചെയ്ത സെയിം പ്രൊസീജിയർ തന്നെ ഇങ്ങോട്ട് അപ്ലൈ ചെയ്യുക. സോ എന്ത് ചെയ്യണം? എബിയുടെ ലൈനെ പിടിച്ച് എക്സ്റ്റെൻഡ് ചെയ്തു, A2 B2ൻ്റെ ലൈനെ പിടിച്ച് വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്തു. സോ ഇത് തമ്മിൽ വന്ന് മീറ്റ് ചെയ്തു അല്ലേ? സോ ഇത് ഇവിടെ വന്ന് മീറ്റ് ചെയ്യുന്നു. ഓർത്തോണം, കൺഫ്യൂഷൻ ഉണ്ടാക്കിയേക്കരുത്. സോ ഇവിടെ വന്ന് മീറ്റ് ചെയ്തു അല്ലേ? സോ എന്ത് ചെയ്ത് ഈ പറഞ്ഞ ടോപ്പിൻ്റെ ലെങ്തിനെ പിടിച്ച് എന്താണ് ഈ പറഞ്ഞ എക്സ്റ്റെൻഡ് ചെയ്തു. അതുപോലെ തന്നെ ഈ ട്രൂ ലെങ്തിനെ പിടിച്ച് എക്സ്റ്റെൻഡ് ചെയ്തു. ഓക്കെ, സോ ഇവൻ നമ്മൾ വന്ന് മീറ്റ് ചെയ്തപ്പോൾ ദറ്റ് ഈസ് ടോപ്പിൻ്റെ ലെങ്തും ട്രൂ ലെങ്തും മീറ്റ് ചെയ്ത പോയിൻറ്റ്. സോ വാട്ട് ഈസ് ദിസ് പോയിൻറ്റ്? നമ്മളെന്താ വിളിച്ചത്? ദറ്റ് ഈസ് ഹൊറിസോണ്ടൽ ട്രേസ് അല്ലേ? ദറ്റ് ഈസ് ഹൊറിസോണ്ടൽ ട്രേസ്. ഓർത്തോണം, ദറ്റ് ഈസ് ഹൊറിസോണ്ടൽ ട്രേസ്. ആൻഡ് വാട്ട് ഈസ് ദിസ് ഇൻക്ലിനേഷൻ? എന്താണ്? വാട്ട് ഈസ് ദിസ് ഇൻക്ലിനേഷൻ? എത്രയാണ്? ഹൊറിസോണ്ടൽ ട്രേസ്. ദറ്റ് ഈസ് ഹൊറിസോണ്ടൽ ട്രേസ് വന്ന്, അതായത് എന്താണ്? ടോപ്പ് വ്യൂവിൻ്റെ ലൈൻ, ദറ്റ് ഈസ് ഹൊറിസോണ്ടൽ പ്ലെയിനിലുള്ള ലൈനും അതുപോലെ ട്രൂ ലൈനും കൂടെ മീറ്റ് ചെയ്യുന്ന പോയിന്റ്, ദറ്റ് ഈസ് ഹൊറിസോണ്ടൽ ട്രേസ്. സോ ഈ ആംഗിൾ എന്ന് പറയുന്നത് എന്താണ്? ഹൊറിസോണ്ടൽ പ്ലെയിനുമായിട്ട് മേക്ക് ചെയ്തിരിക്കുന്ന ആംഗിൾ അല്ലേ? സോ എങ്ങനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്ത്? ദറ്റ് ഈസ് തീറ്റ അല്ലേ? സോ ദാറ്റ് ഈസ് തീറ്റ. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനുണ്ടായിരുന്നത് എന്താണ്? ട്രൂ ലെങ്ത് ഫൈൻഡ് ഔട്ട് ചെയ്യണം. സോ A1 B1 അല്ലെ A2 B2ൻ്റെ ലെങ്ത് ഫൈൻഡ് ഔട്ട് ചെയ്യുക, ദറ്റ് ഈസ് ഈ ട്രൂ ലെങ്ത്. പിന്നെ എന്താ നമുക്ക് മാർക്ക് ചെയ്യാനുള്ളത്? തീറ്റ അല്ലെങ്കിൽ ഫൈ, ദറ്റ് ഈസ് ഇൻക്ലിനേഷൻ വിത്ത് HP ആൻഡ് ഇൻക്ലിനേഷൻ വിത്ത് VP. സോ മെഷർ ചെയ്യുക. സോ തീറ്റ എത്രയാണെന്ന് മാർക്ക് ചെയ്യുക, ഫൈ എത്രയാണെന്ന് മാർക്ക് ചെയ്യുക. തീറ്റ മാർക്ക് ചെയ്യുക, ഫൈ മാർക്ക് ചെയ്യുക. സോ ദാറ്റ് ഈസ് ഇൻക്ലിനേഷൻ വിത്ത് HP ആൻഡ് ഇൻക്ലിനേഷൻ വിത്ത് VP എത്രയാണെന്ന് നോക്കുക. സോ ദാറ്റ് ഈസ് ഈ ആംഗിൾ തീറ്റയും അല്ലേ? ഇത് തീറ്റ. സോ ദാറ്റ് ഈസ് എത്രയാണെന്ന് മെഷർ ചെയ്യുക. അതുപോലെ ഇറ്റ് ഈസ് ഫൈ അല്ലേ? സോ ഇറ്റ് ഈസ് ഫൈ എത്രയാണെന്ന് മെഷർ ചെയ്യുക, മാർക്ക് ചെയ്യാം. ഓക്കെ, സോ അപ്പോൾ ഇതിനകത്ത് ആൽഫയും ബീറ്റ ഏതാണ്? ആൽഫയും ബീറ്റ ഏതാണ്? ആൽഫയും ബീറ്റ ഏതാ? ആൽഫ എന്ന് പറയുന്നത് ഏതാണ്? ഒരു ഫ്രണ്ട് വ്യൂ XY ലൈനായിട്ട് മേക്ക് ചെയ്തിരിക്കുന്ന ആംഗിൾ. അത് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറഞ്ഞിട്ടില്ല, പക്ഷേ നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി തന്നെ നമ്മൾ ചെയ്തെന്നുള്ളൂ. സോ വാട്ട് ഈസ് ആൽഫ എന്ന് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്? ഫ്രണ്ട് വ്യൂ XY ലൈനായിട്ട് മേക്ക് ചെയ്തിരിക്കുന്ന ആംഗിൾ അല്ലേ? ദാറ്റ് ഈസ് ഫ്രണ്ട് വ്യൂ ഏതാണ്? A', B', ഈ യെല്ലോ ലൈൻ അല്ലേ? ദാറ്റ് ഈസ് A', B', XY ലൈൻ അല്ലേ? XY ലൈന് പാരലൽ നമ്മൾ വരയ്ക്കുന്ന ഈ ലൈനുമായിട്ട് മേക്ക് ചെയ്തിരിക്കുന്ന ആംഗിൾ. സോ ദാറ്റ് ഈസ് ആൽഫ അല്ലേ? അതുപോലെ തന്നെ ബീറ്റ എന്ന് പറയുന്നത് റെപ്രസെൻറ്റ് ചെയ്തത് എന്തിനായിരുന്നു? ദറ്റ് ഈസ് ടോപ്പ്. നേരത്തെ പ്രോബ്ലത്തിൽ നമ്മൾ ചെയ്തതാണ്. സോ ബീറ്റ മീൻസ് എന്താണ്? ടോപ്പ് XY ലൈനായിട്ട് മേക്ക് ചെയ്തിരിക്കുന്ന ആംഗിൾ. ടോപ്പ് ഏതാണ്? AB അല്ലേ? സോ AB, സോ ഇത് ABയുടെ ലൈൻ അല്ലേ? AB എന്ന് പറയുന്നത് അതിന് ABയുടെ ലൈന് XY ലൈൻ അല്ലെങ്കിൽ XY ലൈന് പാരലായിട്ടുള്ള ഒരു ലൈന് ഇവരുമായിട്ട് മേക്ക് ചെയ്തിരിക്കുന്ന ഈ ആംഗിൾ. സോ ദാറ്റ് ഈസ് ബീറ്റ അല്ലേ? സോ ദാറ്റ് ഈസ് ആൽഫ ആൻഡ് ബീറ്റ. ദാറ്റ് ഈസ് അപ്പാരൻ്റ് ആംഗിൾ, അതായത് ഫ്രണ്ട് വ്യൂ XY ലൈനായിട്ട് മേക്ക് ചെയ്തിരിക്കുന്ന ആംഗിളും ടോപ്പ് വ്യൂ XY ലൈനായിട്ട് മേക്ക് ചെയ്തിരിക്കുന്ന ആംഗിളും. ദാറ്റ് ഈസ് അപ്പാരൻ്റ് ആംഗിൾ ഓഫ് ഫ്രണ്ട് വ്യൂ ആൻഡ് ടോപ്പ് വ്യൂ അല്ലേ? സോ അത് നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടില്ല, പക്ഷേ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതും കൂടെ മെഷർ ചെയ്ത് ഫൈൻഡ് ഔട്ട് ചെയ്ത് എഴുതുക. ഓക്കെ, താങ്ക് യു.